ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കൊപ്പം തത്സമയം ഹലോ മലയാളത്തിൽ എത്തുന്നത് നമ്മുടെ റവന്യൂ മന്ത്രി കെ രാജനാണ്. മിനിസ്റ്റർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. നമസ്കാരം. നമസ്കാരം മിനിസ്റ്റർ, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ആദ്യം തന്നെ മിനിസ്റ്ററെ, നമ്മൾ ഇന്നലെ ന്യൂസ് മലയാളം പുറത്തുവിട്ട ഈ തൊഴിൽ ചൂഷണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത അതിന്ന് പത്രങ്ങളടക്കം നല്ല രീതിയിൽ കൊടുത്തിരുന്നു. അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടെന്ന് മനസ്സിലാകുന്നു. എന്താണ് ഈ വിഷയത്തിൽ അങ്ങയുടെ പ്രതികരണം? അതിൽ നിന്ന് തന്നെ തുടങ്ങാം നമുക്ക്. തീർച്ചയായിട്ടും ഞാൻ ലെവിനുമായിട്ട് രാവിലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ന്യൂസ് മലയാളം പുറത്തുവിട്ട വാർത്ത കേരളത്തിലെ എല്ലാ മാധ്യമങ്ങൾക്കകത്തും വളരെ ഗൗരവപ്പെട്ട ചർച്ചയായിട്ട് വന്നിട്ടുണ്ട്. തൊഴിൽ മേഖലകളിൽ പല വിധത്തിലുള്ള ചൂഷണം ചെറുപ്പക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി സ്ത്രീകൾ സമരം നടത്തേണ്ടി വന്നൊരു സ്ഥലമാണ് തൃശ്ശൂർ. ടെക്സ്റ്റൈലുകൾക്കകത്ത് പല വിധത്തിലുള്ള ഈ തൊഴിൽ ചൂഷണങ്ങൾ നിർബന്ധമായിട്ടും അവസാനിപ്പിക്കാൻ ഗൗരവമായിട്ടുള്ള സമീപനം തന്നെ സർക്കാർ എടുക്കേണ്ടി വരും. ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി ഇന്നലെ തന്നെ വാർത്തകളെ തുടർന്ന് അടിയന്തരമായി ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താൻ വേണ്ടി ലേബർ ഓഫീസർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള തൊഴിൽ ചൂഷണത്തിന് കേരളത്തിലെ ചെറുപ്പക്കാരെ വിധേയമാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് തന്നെയാണ് സർക്കാരിനുള്ളത്. ഗൗരവമായ ആ വിഷയത്തിൻ്റെ എല്ലാ വശങ്ങളെയും കുറിച്ച് സർക്കാർ പരിശോധിക്കുകയും ഉചിതമായ നടപടി മറ്റുള്ളവർക്ക് കൂടി മാതൃകാപരമായ വിധത്തിൽ എടുക്കുകയും ചെയ്യും. ശരി മിനിസ്റ്ററെ, ഇനി കഴിഞ്ഞ ദിവസം അങ്ങ് ഈ ജബൽപൂരിൽ ആക്രമണത്തിനിരയായ വൈദികന്റെ വീട് സന്ദർശിക്കുകയുണ്ടായി. ഈ വിഷയത്തിലെ ആശങ്കകളൊന്നും ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല. നമുക്ക് ഈ ജബൽപൂർ ഈ സർക്കാരുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ മിനിസ്റ്റർ? എന്താണ് അവിടെ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ? പോലീസ് ഇപ്പോൾ ഒരുപാട് സമ്മർദ്ദങ്ങൾക്കൊക്കെ ഒടുവിലാണ് അവസാനം പോലീസ് കേസെടുത്തതൊക്കെ. അല്ല, അവിടെ ബന്ധപ്പെടുന്നുണ്ട്, കേസെടുക്കാൻ തയ്യാറാണ് എന്നുള്ള കഴിഞ്ഞ ദിവസത്തെ വിവരം നമുക്ക് കിട്ടി. പക്ഷേ ഞാൻ ഇന്നലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹവുമായി നേരിട്ട് വീഡിയോ കോളിൽ സംസാരിക്കുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. അദ്ദേഹം തന്നെ പറയുന്നത് ഇതൊരു ആദ്യാനുഭവമല്ല. മണ്ഡലയിൽ നേരത്തെ ഒരു പള്ളി ഇതുപോലെ തന്നെ താൽക്കാലികമായി അങ്ങനെ പ്രത്യേക സാങ്കേതിക വിദ്യയോടുകൂടി തയ്യാറാക്കിയ പള്ളി മണിക്കൂറുകൾക്കകം പൊളിച്ചു കളഞ്ഞ അനുഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും രേഖപ്പെടുത്തുകയുണ്ടായി. അതിനെ തുടർന്ന് ജബൽപൂരിലെ ഈ ആക്രമണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഒഡീഷയിൽ ഇന്നലെ വീണ്ടും അതിക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് ന്യൂനപക്ഷങ്ങൾ വിധേയമാകുന്നു. ഇത് യഥാർത്ഥത്തിൽ സേതു കേരളത്തിനൊന്നും ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. കേരളം അങ്ങനെയാണോ? കേരളം എത്ര വ്യത്യസ്തമാണ്. ഞാൻ ഇന്നലെ മാധ്യമങ്ങളിലൂടെ പറഞ്ഞു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്താണ് ദുഃഖവെള്ളിയും പെസഹവ്യാഴവും ദുഃഖവെള്ളിയും ഈസ്റ്ററും ഒക്കെ കടന്നു പോകുന്നത്. വലിയ കെടമത്സരം തെരഞ്ഞെടുപ്പിനകത്ത് നൽകുന്ന ഓരോ മിനിറ്റിനും ആർക്ക് ശബ്ദ കോലാഹലങ്ങൾ കൊണ്ട് കൂടുതൽ ആളുകൾക്കിടയിലേക്ക് തങ്ങളുടെ പ്രചരണം എത്തിക്കാൻ കഴിയുമെന്ന് കരുതുന്നതിനിടയിൽ ദുഃഖവെള്ളിയാഴ്ച ദിവസം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ മൈക്ക് ഓഫ് ചെയ്ത് ദുഃഖവെള്ളിയുടെ പൊതു അവധിയിൽ അതിനോട് ചേരണം എന്ന് തീരുമാനിച്ചു. ഇതൊരു സാധാരണ നമുക്ക് കാണാൻ പറ്റാത്ത, ഇപ്പോൾ റമദാൻ്റെ ഏറ്റവും ചെറിയ പെരുന്നാളിൻ്റെ ഏറ്റവും പുണ്യമായിട്ടുള്ള ദിനങ്ങളിൽ നോമ്പെടുക്കുന്നവരല്ലാത്ത മറ്റ് വിഭാഗങ്ങളിൽ പെടുന്നവർ പോലും നോമ്പ് തുറകളിൽ പങ്കെടുക്കുന്നു, ഈദ് ഗാഹകളിൽ പങ്കെടുക്കുന്നു. കേരളത്തിൻ്റെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. ദുഃഖവെള്ളിയാഴ്ചയോ അതിനു മുമ്പ് നടക്കുന്ന കൊന്തയെത്തിക്കലിൻ്റെ യാത്രകളിലോ ഏതെങ്കിലും വിധത്തിലുള്ള ഘോഷയാത്രകൾ ഒരു തടസ്സവുമില്ലാതെ കേരളം ആഘോഷിക്കുന്നു. വിഷു ഏതെങ്കിലും വിഭാഗത്തിൻ്റേതാണെന്ന് പറഞ്ഞാൽ പോലും എതിരഭിപ്രായങ്ങൾ ഉണ്ടാകുന്ന വിധത്തിൽ മതനിരപേക്ഷമാണ്. ഈ ഉത്സവങ്ങളെല്ലാം നടക്കുന്ന കേരളം മതനിരപേക്ഷതയുടെ ഒരു സാക്ഷ്യപ്പെടുത്തൽ നടത്തുമ്പോൾ കേന്ദ്ര ഭരണകൂടത്തിൻ്റെ അനുവാദത്തോടെയും ഒരു സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം എന്ന് വിളിക്കപ്പെടാവുന്ന പിന്തുണയോടും കൂടിയാണ് യഥാർത്ഥത്തിൽ മതന്യൂനപക്ഷങ്ങൾ ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ ആക്രമിക്കപ്പെടുന്നത്. ഒരു ഭരണഘടനയുള്ളൊരു രാജ്യത്തിന് പ്രാപ്യമായ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. അതിനെതിരായിട്ടുള്ള വലിയ ജനവികാരം ഉയർന്നു വരണം. ഇതൊരു പ്രശ്നം കൊണ്ട് തീരില്ല. തുടർച്ചയായി ഇത്തരം ആക്രമണങ്ങൾക്ക് മതന്യൂനപക്ഷങ്ങളെ വിധേയമാക്കും. ഇപ്പോൾ ഓർഗനൈസർ അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ലേഖനം പിൻവലിച്ചു എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിലൂടെ പറഞ്ഞു വെച്ചത് ഇനി തിരിച്ചെടുക്കാനാകുമോ? ലോകത്തിന് മുമ്പിൽ ഒരു തവണ പറഞ്ഞാൽ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കില്ലേ? ഏറ്റവും കൂടുതൽ സ്വത്തുവകകൾ കൈകാര്യം ചെയ്യുന്നവർ മതന്യൂനപക്ഷങ്ങളാണെന്നും പ്രത്യേക ക്രിസ്ത്യൻ സമുദായമാണെന്നും ഓർഗനൈസർ എന്ന മുഖ്യമാധ്യമത്തിലൂടെ RSS പറഞ്ഞു വെച്ചു. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരായിട്ടുള്ള ചാട്ടവാറല്ല. മതന്യൂനപക്ഷങ്ങൾക്കും സവർണ മേധാവിത്വം ഒഴികെയുള്ള ഹിന്ദുത്വത്തിലെ താഴ്ന്ന മനുഷ്യർക്കും എതിരായിട്ടുള്ള അനീതിയുടെ ചാട്ടവാറിൻ്റെ ശബ്ദമാണിപ്പോൾ മുഴങ്ങിയിട്ടുള്ളതെന്നും മനസ്സിലാക്കാൻ കഴിയും. ഈ ആക്രമണങ്ങൾക്കെതിരായിട്ടുള്ള വലിയ വികാരം മതനിരപേക്ഷമായിട്ടുള്ള ഇന്ത്യയിൽ ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും കാണേണ്ട ഒരു കാര്യം.
തീർച്ചയായും മിനിസ്റ്റർ അങ്ങ് പറഞ്ഞാൽ ശരിയാണ്. കാരണം ഓർഗനൈസറിൽ ഒരു ലേഖനം വരുന്നു, പിന്നീട് അത് വിവാദമാകുമ്പോൾ പിൻവലിക്കുന്നു. പക്ഷേ പറഞ്ഞ കാര്യം പിൻവലിച്ചാലും പറഞ്ഞത് രേഖകളായി തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തം. ഇതിനൊക്കെ പുറമെ ഈ ജബൽപൂരിൽ മലയാളി വൈദികൻ അടക്കം ആക്രമണത്തിനിരയാക്കപ്പെട്ട സാഹചര്യത്തിൽ ഇവിടുത്തെ ഒരു കേന്ദ്രമന്ത്രിയുടെ എന്തോ പറയാം മിനിസ്റ്ററെ, കേട്ടില്ല. സേതു വിജയമാഷിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രയോഗമുണ്ട്. ചോദ്യം ഉന്നയിച്ച കുട്ടിയെ നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാൻ പറ്റും, പക്ഷെ ചോദ്യത്തെ പുറത്താക്കാൻ പറ്റില്ല. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മറുപടി ഉണ്ടെങ്കിൽ അധ്യാപകന് പുറത്താക്കാം, പക്ഷേ ചോദ്യം പുറത്താക്കാൻ പറ്റില്ല. വൈദികനുമായി ബന്ധപ്പെട്ട് അതൊരു മലയാളി വൈദികൻ അവിടെ ഈ മറ്റൊരു രാജ്യത്ത് അതൊരു തീർത്ഥാടനത്തിന് പോയ ഒരു വൈദികൻ അവിടെ അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടിട്ട് ഒരു കേന്ദ്രമന്ത്രിയോട് വന്ന മാധ്യമപ്രവർത്തകർ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ അസഹിഷ്ണുത പോലും കണ്ടൊരു നാടാണ് നമ്മൾ, അതുപോലും കേട്ടൊരു നാടാണ് നമ്മൾ. അങ്ങ് ഇതുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്, പക്ഷേ നമുക്കൊരു സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ മറ്റ് വിഷയങ്ങളിലേക്ക് പോകുന്നത്. മിനിസ്റ്റർ, ഇനി ഈ വയനാട് പുനരധിവാസമാണ് സർക്കാരിന് മുന്നിലുള്ള കാര്യം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 400-ഓളം പേര് ഈ ടൗൺഷിപ്പിന് വേണ്ടി സമ്മതപത്രം നൽകിയിട്ടുണ്ട്, കുറച്ച് പേര് ഒഴിവായിട്ടുണ്ട്. ഈ പടവെട്ടക്കുന്നടക്കമുള്ള മേഖലകളിലുള്ളവർക്കും ഈ ഒഴിവാക്കപ്പെട്ടവർക്കും കൂടി ഇനി ഈ ടൗൺഷിപ്പിലൊരു അവസരത്തിന് സാധ്യതയുണ്ടോ മിനിസ്റ്ററെ? അല്ല സേതു, അത് കാര്യത്തിൽ ഞാൻ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ ആളുകളെ സെലക്ട് ചെയ്യപ്പെടുന്ന സ്ഥിതി ഉണ്ടായത്. അതായത് നമുക്കറിയാവുന്നതുപോലെ ഒന്നാമത്തെ ഫേസ് പൂർണ്ണമായിട്ടും ദുരന്തത്തിൽപ്പെട്ടവർ, രണ്ടാമത്തെ ഫേസ് ജോൺ മത്തായി പറഞ്ഞതുപോലെ നോഗോ സോണിൽ ഉൾപ്പെടുന്നവരും അതിന് 50 മീറ്റർ അകത്ത് പെടുന്നവരുമായിട്ടുള്ള ആളുകൾ. അതല്ലാതെ ആ വിധത്തിൽ ഈ ലിസ്റ്റിലേക്കോ ഇത്തരത്തിലുള്ള പുനരധിവാസത്തിലേക്കോ വരണം എന്ന് വ്യത്യസ്തങ്ങളായ തങ്ങളുടെ കാരണങ്ങൾ കാണിച്ചുകൊണ്ട് അപേക്ഷ നൽകിയ ധാരാളമായിട്ടുള്ള ആളുകളുണ്ട്. അക്കാര്യങ്ങൾ ഒറ്റയടിക്ക് ഏകപക്ഷീയമായി നോ എന്നൊരു മറുപടി സംസ്ഥാന ഗവൺമെൻറ് പറയുന്നതേയില്ല. മാനദണ്ഡങ്ങൾ ആദ്യം നമ്മളെടുത്തു, മാനദണ്ഡങ്ങളിൽ പെട്ട് സാങ്കേതികമായി ഒഴിവാക്കപ്പെട്ടവരുണ്ടെങ്കിൽ അതെടുക്കും. അതോടൊപ്പം തന്നെ ഇത്തരം ഈ അപേക്ഷകൾ നൽകിയ ആളുകളുടെ കാര്യങ്ങൾ കൂടി അടിസ്ഥാനപരമായി ഒന്നുകൂടി പരിശോധിക്കാൻ കഴിയുന്ന വിധത്തിൽ ആ പ്രശ്നങ്ങൾ കൊണ്ടുപോകും. ഈ ചൂരൽമല ദുരന്തത്തിൽ ഉൾപ്പെട്ട ഒരു മനുഷ്യനെ പോലും ഏതെങ്കിലും വിധത്തിൽ ദുഃഖിപ്പിക്കുകയോ പുനരധിവാസത്തിൽ നിന്ന് ഒഴിവാക്കുകയോ ചെയ്യില്ല. ഇനി ചൂരൽമലയിലെ യഥാർത്ഥ ദുരന്തത്തിൽപ്പെട്ടല്ല പ്രയാസമുണ്ടായതെങ്കിലും ആ ദുരന്തബാധിതരെയും സഹായിക്കാൻ കേരളത്തിൻ്റെ കയ്യിൽ പോകാൻ വഴികളുണ്ട്. കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ചൂരൽമല ഉണ്ടാകുന്നതിന് എത്രയോ കാലം മുമ്പ് ഒരു ദുരന്തമുണ്ടായി, എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ പുറമ്പോക്ക് ഭൂമിയിലാണെങ്കിൽ പോലും അവർക്ക് ഭൂമി മേടിക്കാൻ 6 ലക്ഷവും വീട് വയ്ക്കാൻ 4 ലക്ഷവും എന്ന ഒരു പാക്കേജ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടാക്കിയ സംസ്ഥാനം കേരളമാണ്. ചൂരൽമലയിലെ യഥാർത്ഥ ദുരന്തത്തിൽ ഉൾപ്പെട്ടവരെ ആ വിധത്തിൽ പുനരധിവസിപ്പിക്കും. അക്കാര്യങ്ങളിൽ ഒരാളെയും പ്രയാസപ്പെടില്ല. എന്നാൽ അതിനോട് ചേർന്ന് മറ്റു ദുരന്തങ്ങളുണ്ടായ ആളുകളെയും ഏത് വിധത്തിലും ആ ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള മാർഗം സർക്കാർ ഉണ്ടാക്കും. ഒരു പ്രയാസവും അതിലുണ്ടാകില്ല. ദുരന്തബാധിതരുടെ കൂടെയാണ് സർക്കാർ. മിനിസ്റ്റർ, ഇനിയിപ്പോൾ നമുക്ക് വരാൻ പോകുന്ന ഒരു വലിയൊരു ഇവന്റ് എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരമാണ്. കഴിഞ്ഞ വർഷത്തെ ഒരു പൂരം കലക്കലൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ കണ്ണിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവലോകന യോഗമൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി? ഞാൻ ഇന്ന് രാവിലെ വരുന്നത് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറിമാരെ കണ്ടിട്ടാണ്. പൂരം നടത്തിപ്പ് കേവലം ഒരു അവലോകന യോഗത്തിൽ അവസാനിക്കുന്നതല്ല. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതികൾ കോലമേറ്റി വടക്കുന്നാഥൻ്റെ മുമ്പിൽ ചെന്ന് ഉപചാരം ചൊല്ലി പിരിയുമ്പോൾ അടുത്ത പൂരത്തിൻ്റെ തയ്യാറെടുപ്പിലേക്ക് തൃശ്ശൂർക്കാർ മാറും. തൃശ്ശൂരിലെ പൂരത്തിന് വിശ്രമമില്ല. ഒരു പേടിയും വേണ്ട, ഒരു പ്രയാസവും വേണ്ട. ഏതെല്ലാം വിധത്തിലുള്ള ആശങ്കകളുണ്ടായാലും ഒരാശങ്കയും ഇടയില്ലാത്ത വിധം വർണ്ണമേള താളങ്ങളുടെ വിസ്മയമായ ലോകം കണ്ട ഏറ്റവും ശ്രദ്ധേയമായ സിംഫണി ഏറ്റവും ഗംഭീരമായി നടക്കും. ചില രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തുണ്ടാവും. അതൊന്നും ഇല്ലാത്തൊരു സമയമാണിത് എന്നുള്ളത് നമുക്ക് കൂടുതൽ അനുഗ്രഹം ചൊരിയുന്നുണ്ട്. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് ഇറക്കിയ നിയമം പിൻവലിക്കണം എന്ന് തന്നെയാണ് എല്ലാ തൃശ്ശൂർക്കാരുടെ അഭിപ്രായം. ആ നിയമത്തിൻ്റെ ഭാഗമായി ഇറക്കിയ ഓർഡിനൻസിൻ്റെ 1 മുതൽ 35 വരെയുള്ള നിബന്ധനകളിൽ 2-ാമത്തേത്, 4-ാമത്തേത്, 6-ാമത്തേത്, 9-ാമത്തേത്, 11-ാമത്തേത്, 22-ാമത്തേത് 35-ലൊരു 6 കണ്ടീഷൻസ് ഇപ്പോൾ കാണുന്നത് പോലെയുള്ള തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് നടത്താൻ പറ്റാത്ത വിധത്തിലുള്ള നിബന്ധനകളാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് നിർബന്ധമായിട്ടും ഒഴിവാക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്, ഏത് വിധത്തിലുള്ള നടപടികൾ എടുത്താണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിനോട് കേരളത്തിലെ മുഖ്യമന്ത്രിയും ക്യാബിനറ്റും വ്യക്തിപരമായിട്ട് ഈ തൃശ്ശൂരിൻ്റെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ പ്രധാനമന്ത്രിക്കും വകുപ്പിൻ്റെ മന്ത്രിയായിട്ടുള്ള പീയൂഷ് ഗോയലിനും കത്തയച്ചിരുന്നു. അതിനു പുറമെ ക്യാബിനറ്റ് തന്നെ
പൂരത്തിൻ്റെയും വെടിക്കെട്ടിൻ്റെയും സുഗമമായിട്ടുള്ള നടത്തിപ്പിന് ഈ നിബന്ധനകളിൽ 6 എണ്ണം ഒഴിവാക്കണം എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുടർന്നും ആ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകും. പൂരത്തിൻ്റെ ഉത്സവങ്ങളിൽ, ആചാരങ്ങളിൽ, നടപടിക്രമങ്ങളിൽ ഒന്നുപോലും മാറ്റമില്ലാത്ത വിധത്തിൽ തന്നെ ഇത്തവണയും പൂരം നടക്കും. ഒരു പേടിയും വേണ്ട. ഞങ്ങളെല്ലാവരെയും അഡ്വാൻസായി തൃശ്ശൂരിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഞങ്ങൾ ഇത്തവണയും പറഞ്ഞിട്ടുണ്ട്, ആളുകളെ ഒതുക്കി നിർത്തിയും മാറ്റി നിർത്തിയും അച്ചടക്കത്തോടെ പൂരം നടത്തലല്ല, അച്ചടക്കത്തോടെ പൂരം നടത്തുമ്പോൾ തന്നെ ലോകത്ത് മുഴുവൻ തൃശ്ശൂരിലേക്ക് സ്വാഗതം ചെയ്ത് എല്ലാവർക്കും നിൽക്കാനുള്ള ഇടം ഈ തൃശ്ശൂർക്കാരുടെ മണ്ണിലും മനസ്സിലും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. മിനിസ്റ്റർ, ഇനി അവസാനമായിട്ട് നമ്മുടെ ഈ ഒല്ലൂർ നിയോജക മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കഴിഞ്ഞ ദിവസമൊക്കെ അതിന്റെ വാർത്തകളൊക്കെ വന്നിട്ട് അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം നമ്മൾ കണ്ടതാണ്, അവലോകന യോഗമൊക്കെ ചേർന്നു. എങ്കിലും പ്രേക്ഷകർക്ക് വേണ്ടി. അല്ല, എനിക്ക് തോന്നുന്നു സമാനതകളില്ലാത്ത വിധത്തിലുള്ള വികസന പ്രവർത്തനത്തിൻ്റെ തേരിലേറി മുന്നോട്ട് പോകുന്നൊരു മണ്ഡലമാണ് ഒല്ലൂർ മണ്ഡലം. എത്രയോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈ ചുരുങ്ങിയ നേരം കൊണ്ട് വിശദീകരിക്കൽ അത്ര എളുപ്പമല്ല. പക്ഷേ ഞങ്ങളൊക്കെ അഭിമാനത്തോടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ സുവോളജിക്കൽ പാർക്ക് നിർമ്മാണം പൂർത്തീകരിക്കുന്നത് എൻ്റെ നിയോജക മണ്ഡലമായിട്ടുള്ള ഒല്ലൂരിലെ പുത്തൂരിലാണ്. 350 കോടി രൂപ കിഫ്ബി ചെലവഴിച്ച് എല്ലാ വിധത്തിലുള്ള തയ്യാറെടുപ്പുകളോടും കൂടി ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള സുവോളജിക്കൽ പാർക്ക് കഴിഞ്ഞ 10-30 വർഷക്കാലമായിട്ട് തൃശ്ശൂർക്കാരുടെ മാത്രമല്ല, ഒല്ലൂർക്കാരുടെ മാത്രമല്ല, മലയാളിയുടെ ആകെ സ്വപ്നമാണ്. ഞാൻ ന്യൂസ് മലയാളത്തിലൂടെ ലോകത്തിനോട് പറയട്ടെ, ഈ വരുന്ന ഓണത്തിന് 2025 ഓണത്തിന് ലോകത്തിൻ്റെ സന്തോഷത്തിൻ്റെ മുമ്പിലേക്ക് സുവോളജിക്കൽ പാർക്ക് അതിൻ്റെ എല്ലാ കവാടവും തുറന്നിട്ട് സഞ്ചാരികളെ സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ്. യഥാർത്ഥത്തിൽ എത്രയോ വർഷങ്ങളായി നാം ചെറുതായതുകൊണ്ട് തൃശ്ശൂരിലേക്ക് പ്രവേശിക്കാൻ ഉപയോഗിക്കാൻ പ്രയാസമുണ്ടായിരുന്ന ഒല്ലൂരിലെ കുപ്പിക്കഴുത്ത് മുതൽ ഈ മണ്ഡലത്തിലെ എല്ലാ PWD റോഡുകളും 2025-26 സാമ്പത്തിക വർഷത്തോടെ ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ PWD റോഡുകളും BMBC റോഡാകുന്ന ഒരു നിയോജക മണ്ഡലമായിട്ട് ഇത് മാറുകയാണ്. നമ്മുടെ മണ്ഡലത്തിലെ സർക്കാർ സ്കൂളുകളിൽ 1 കോടി രൂപ മുതൽ 15 കോടി രൂപ വരെ കിട്ടിയിട്ടുള്ള കലാലയങ്ങളുടെ സൗന്ദര്യം വളരെ സന്തോഷകരമായിട്ടുള്ളൊരു അനുഭവമാണ്. ഇപ്പോൾ അവസാനം പീച്ചിക്ക് 363 കോടി രൂപയുടെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതുകൂടി കഴിഞ്ഞപ്പോൾ സുവോളജിക്കൽ പാർക്കും പീച്ചിയും അതുമായി ബന്ധപ്പെട്ട അനുബന്ധമായി പുതിയതായി വരുന്ന കച്ചിത്തോട്, ഒരപ്പങ്കെട്ട്, വല്ലൂർ കുത്ത് തുടങ്ങിയ ഡാം അടക്കമുള്ള പ്രകൃതി സൗന്ദര്യത്തോടു കൂടി ഒരു ദിവസം പൂർണ്ണമായി ഇവിടെ ചെലവഴിക്കാവുന്ന വിധത്തിലൊരു ടൂറിസ്റ്റ് കോറിഡോറും നമ്മുടെ ഈ സംഭവങ്ങളുടെ ഭാഗമായിട്ട് വരും. കായിക കരുത്താണ്, വിനോദമാണ് ലഹരി എന്നൊരാശയം നമ്മളിപ്പോൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ലഹരിക്കെതിരായിട്ടുള്ള വലിയ യുദ്ധം നിങ്ങളുടെ മാധ്യമം ഉൾപ്പെടെ സർക്കാരിനെ സഹായിച്ചും ഒരു മനസ്സായി നിന്നും 3.5 കോടി മലയാളി യുദ്ധസമാനമായിട്ടുള്ള സൈനിക പരിവേഷത്തോടു കൂടിയിട്ടുള്ളൊരു യുദ്ധം നടത്തുന്ന ഘട്ടത്തിൽ കുട്ടികളെ കുറെ കൂടി കായിക മേഖലയിലേക്ക് കൊണ്ടുവരണം എന്ന ആഗ്രഹം നമുക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒല്ലൂർ മണ്ഡലത്തിൽ ഈ 2025 പൂർത്തിയാകുന്നതിന് മുമ്പായി 7 വലിയ കളിക്കളങ്ങൾ, ഫ്ലഡ് ലൈറ്റ് നിലവാരത്തിൽ കളി നടത്താൻ പറ്റിയ 7 വലിയ കളിക്കളങ്ങൾ തയ്യാറാവുകയാണ്. പറഞ്ഞാൽ ഒല്ലൂരിനെ കുറിച്ച് തീരില്ല എന്നുള്ളത് മൂലയിൽ പോയാലും അതെ, എത്രയും വേഗം ഇതൊക്കെ വരട്ടെ, അതൊക്കെ കാണാൻ കഴിയട്ടെ എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ. ഒല്ലൂരൊരു തീർച്ചയായിട്ടും ആയിക്കോട്ടെ, തീർച്ചയായിട്ടും സന്തോഷം. എല്ലാവരെയും ക്ഷണിക്കുന്നു. ഓക്കെ, ഒരുപാട് നന്ദി മിനിസ്റ്ററെ പങ്കെടുത്തതിന്. നമ്മുടെ ഹലോ മലയാളത്തിൽ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിന് ഒത്തിരി സന്തോഷം. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി നേരുകയാണ്. സന്തോഷം, നന്ദി. ഓക്കെ മിനിസ്റ്റർ, താങ്ക് യു.